ഗവർണറുടെ ചായ സത്കാരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതെന്ത്? ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വഴക്കും വക്കാണവും തീരുന്നില്ല. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുക്കിയ ചായ സത്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു. രാജ്യത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിലാണ് ഗവർണർ അറ്റ് ഹോം വിരുന്ന് ഒരുക്കിയിരുന്നത്. നിയമസഭയിലെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഗവർണർക്കെതിരെ ബഹിഷ്കരണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. രാജ്ഭവനിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് വിരുന്ന് നിശ്ചയിച്ചിരുന്നത്. ഈ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പുറമെ വിശിഷ്ട അതിഥികൾക്കും ക്ഷണമുണ്ടായിരുന്നു. എന്നാൽ വിരുന്നിന് മുഖ്യമന്ത്രിയോ സംസ്ഥാന മന്ത്രിമാരോ ആരും രാജ്ഭവനിൽ എത്തിയിരുന്നില്ല. രാവിലെ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിലും ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുത്തിരുന്നെങ്കിലും ഇരുവരും പരസ്പരം മിണ്ടിയില്ല. അതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന മന്ത്രിമാർ വിരുന്ന് ബഹിഷ്കരിച്ച് രംഗത്തെത്തിയത്. നേരത്തെ പുതിയ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറിന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചും ഗവർണർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ചായ സൽക്കാരം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അന്നും ഗവർണറുടെ ചായ സൽക്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിക്കുകയായിരുന്നു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയും ഗവർണറും വേദി പങ്കിട്ടിരുന്നു. എങ്കിലും പരസ്പരം മിണ്ടിയില്ല. മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ഗവർണർ പ്രസംഗം ആരംഭിച്ചത്. ഒരു സംസ്ഥാനത്തെ ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുമായി ബോധപൂർവം കലഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ജനക്ഷേമത്തിന് ഹാനികരമാണ്. സർവകലാശാലകളിലെ ചട്ടവിരുദ്ധമായ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സർക്കാരും ഗവർണറും തമ്മിലെ വാക്പോര് തുടരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായ സംഭാവനകൾ നൽകേണ്ട സർവകലാശാലകളിലാകട്ടെ ഭരണക്കാരുടെ തന്നിഷ്ടവും രാഷ്ട്രീയ ഇടപെടലും അനധികൃത ചട്ടവിരുദ്ധ നിയമനങ്ങളുമാണ് നടക്കുന്നത്. സാങ്കേതിക സർവകലാശാല VC നിയമനം നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പൊതുജനത്തെ കബളിപ്പിക്കാൻ ഗവർണറും സർക്കാരും രണ്ടു ചേരികളിലായത്. കണ്ണൂർ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ VC നിയമനം ചട്ടവിരുദ്ധമാണെന്ന നിലപാടാണ് UDF പ്രതിപക്ഷവും തുടക്കം മുതൽക്കേ സ്വീകരിച്ചിരുന്നത്.